അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും സ്വാഗതം. ഈ സ്കൂൾ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇടയ്ക്ക് ജാർഖണ്ഡിലേക്കും ഛത്തീസ്ഗഡിലേക്കും മണിപ്പൂരിലേക്കും ഒക്കെ ജബൽപൂരിലേക്കും ഒക്കെ പോകുമ്പോൾ സമകാലിക ഇന്ത്യയിൽ എന്താണ് കാര്യങ്ങളുടെ കിടപ്പ് വശം എന്നുള്ളത് വളരെ നൊമ്പരത്തോടുകൂടി ഇവർക്കൊക്കെ അനുഭവപ്പെടാറുള്ളതാണ്. എങ്കിലും ഇന്ന് ലോകതലത്തിലും ദേശീയ തലത്തിലുമുള്ള ഇസ്ലാമോഫോബിയയുടെ പ്രത്യേകമായ സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ തങ്ങൾക്കുള്ള ചില മേൽക്കൈകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാക്കാമാർക്കിട്ട് പണതാൽ അതുകൊണ്ട് എന്തെങ്കിലും ആത്മീയ നിർവൃതി കിട്ടും, എന്തെങ്കിലും ഒരു സായുജ്യം, ഒരു ജയലഹരി, ഒരു വിജയലഹരി കിട്ടുമെങ്കിൽ അത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെക്കലാണ് നമുക്ക് നല്ലത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്കൂൾ നടത്തുന്നത് അവരുടെ മതം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്. അവരുടെ മതത്തിന് എല്ലാ തരത്തിലും ഔന്നത്യവും വിജയവും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ നമ്മുടെ മതചിഹ്നം എന്ന് അവർ മനസ്സിലാക്കുന്ന ഒരു അടയാളവുമായി ചെന്നാൽ അത് അവർക്ക് സഹിക്കൂല. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, അത് ചെറിയ മുസ്ലിം പെൺകുട്ടികളാണെങ്കിൽ പോലും അവരുടെ ശരീരത്തിന്റെ ഒരു ഭാഗം എന്നുള്ള നിലയ്ക്കാണ് അവർ ശിരോവസ്ത്രം ധരിക്കുന്നത്. അങ്ങനെയുള്ളിടത്തേക്കാണ് പൊതു ഇടത്തിൽ മതം പ്രദർശിപ്പിക്കുന്നത് മതേതരത്വത്തിന്റെ ആത്മാവിനും അന്തസത്തയ്ക്കും നിരക്കാത്തതാണ്. അത് ഈ സ്കൂൾ ഉയർത്തിപ്പിടിക്കുന്ന ഇക്വാലിറ്റിക്ക്, യൂണിഫോമിറ്റിക്ക്, സർവോപരി ഈ സമൂഹത്തിന്റെ ബഹുസ്വരതയ്ക്ക് എതിരാണ് എന്നൊക്കെ പറയുന്നത് കേട്ടാല് ഇവര് ഭയങ്കര ഇക്വാലിറ്റിയുടെ ആശാമാരും ആശാത്തികളുമാണ് എന്ന് തോന്നും. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, വളരെ വിനയത്തോടു കൂടി ചോദിച്ചോട്ടെ, ഇക്വാലിറ്റിയോട്, തുല്യതയോട് നിങ്ങൾക്ക് ഇത്രത്തോളം പ്രതിബദ്ധതയുണ്ടെങ്കിൽ ആ ചർച്ച് ബില്ലൊന്ന് പാസ്സായി കിട്ടാൻ നിങ്ങൾ ആവശ്യപ്പെടുകയല്ലേ വേണ്ടത്? മുസ്ലിങ്ങളുടെ പൊതു സ്വത്തുക്കൾ നിയന്ത്രിക്കുന്നതിന് ഇവിടെ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഈ ഹിന്ദുക്കളുടെ അത്തരത്തിലുള്ള സ്വത്ത് വകകൾ നിയന്ത്രിക്കുന്നതിന്, മേൽനോട്ടം വഹിക്കുന്നതിന് ഇവിടെ ദേവസ്വം ബോർഡുണ്ട്. ഇതുപോലെ ഒരു ചർച്ച് ബോർഡ് ഇന്ത്യയിൽ സംവിധാനിച്ചുകൊണ്ട് ഒരു ഇക്വാലിറ്റി ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാക്കി തരണം എന്ന് പറയുവാണെങ്കിൽ ആ ഇക്വാലിറ്റിയോടുള്ള ആ പ്രതിബദ്ധതയുടെ ആത്മാർത്ഥത സുതരാം വ്യക്തമായേനെ. പക്ഷെ സാമ്പത്തിക സ്രോതസ്സുകളുടെ അതൊന്നും ബാധകമാക്കാതെ പാവപ്പെട്ട കുട്ടികളുടെ തലയിലിടുന്ന ഒരു തട്ടത്തിന്റെ പേരിൽ ഇത്ര വലിയ സാങ്കേതിക പ്രയോഗങ്ങളൊക്കെ നടത്തുമ്പോൾ സാധാരണക്കാരായ ഈ നാട്ടിലെ പൗരന്മാർക്ക് അല്പം ദഹനക്കേടുണ്ടാവുക സ്വാഭാവികമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ മുസ്ലിങ്ങളെ തോൽപ്പിക്കുന്നതിലൂടെ അനുഭവിക്കുന്ന ആ നിർവൃതിയെയും സായുജ്യത്തെയും അപ്രസക്തമാക്കുന്ന തരത്തിലുള്ള പലതും വടക്കേ ഇന്ത്യയിലൊക്കെ ബജറംഗ് ദളുകാരും അതുപോലെ മറ്റു പല ദള്ളുകാരും നിർലോഭം നൽകുന്നുണ്ട് എന്നുള്ളത് വളരെ വേദനയോടുകൂടി നമ്മൾ ഓർക്കുകയാണ്. പക്ഷെ തട്ടം മുണ്ടിട്ട, ശിരോവസ്ത്രം ധരിച്ച മുസ്ലിം പെൺകുട്ടികളെങ്ങാനും തങ്ങളുടെ സ്ഥാപനങ്ങളിൽ വന്നു പോയാൽ അത് ഞങ്ങൾ ധരിക്കുന്ന ശിരോവസ്ത്രം പോലെ ആയിപ്പോവില്ലേ? അങ്ങനെ വരാൻ പാടില്ല എന്നാണ് അത് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണെന്നറിയോ? കൊരിന്ത്യർ 6:14 മുതൽ 16 വരെയുള്ള സൂക്തങ്ങളിൽ പറയുന്നു, നിന്നെ അവിശ്വാസികളോട് ഒരു നുകത്തിൽ കെട്ടരുത്, നിന്നെ അവിശ്വാസികളോട് ഒരു നുകത്തിൽ കെട്ടരുത് എന്ന് പറഞ്ഞ അവിശ്വാസികളായ, തങ്ങളുടെ വീക്ഷണപ്രകാരം വിശ്വാസപ്രകാരം അവിശ്വാസികളായ മുസ്ലിം കുട്ടികളെങ്ങാനും തങ്ങളെപ്പോലെ തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിനോട് അടുത്തതോ അകന്നതോ ആയ സമാനതയുള്ള ഇവർ ഹിജാബ് എന്ന് വിളിക്കുന്ന ആ തട്ടമുണ്ട്, ഞങ്ങൾ പണ്ടൊക്കെ മിസ്ർ എന്നാ പറയാറ്, ആ തട്ടമുണ്ട് തലയിലിട്ടുകൊണ്ട് വന്നാൽ
ഈ പറഞ്ഞ നിന്നെ അവിശ്വാസികളോട് ഒരു നുകത്തിൽ കെട്ടരുത് എന്നുള്ള ആ ആഹ്വാനത്തിന് എതിരായി പോകും എന്ന് പേടിക്കുന്നു, ഇവര് പേടിക്കുന്നു. അപ്പൊ ഈ വിഷയത്തിൽ ഒരു കോലാഹലം ഉണ്ടായി കഴിഞ്ഞാൽ മുസ്ലിം സമീപനത്തെ അല്ലെങ്കിൽ മുസ്ലിം നിലപാടിനെ അല്ലെങ്കിൽ മുസ്ലിം വിദ്യാർത്ഥിനികളുടെ രക്ഷിതാക്കളുടെ ആവശ്യത്തെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നതിന് എല്ലാ സംവിധാനങ്ങളെയും ചട്ടം കെട്ടിയിട്ടാണ് ഇവരിയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിൽ ഈ കാക്കാമാര് പരാജയപ്പെട്ടു എന്നിടത്താണ് കാക്കാമാരെ നമുക്ക് കുറ്റപ്പെടുത്താനുള്ളത്. എൻ്റെ പൊന്ന് കാക്കാമാരെ, നിങ്ങൾ ആരോടാ കളിക്കണത്? ഈ ലോകം ഭരിക്കുന്ന ആൾക്കാരോടാണ്. നിങ്ങൾക്കറിയാമോ, ഇപ്പൊ ഗസയില് സമാധാന ഉടമ്പടിയൊക്കെ ഉണ്ടാക്കി മന്തിയൊക്കെ തിന്ന് നമ്മളിങ്ങനെ അല്പം റാഹത്തായിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഈ മസ്ലഹത്ത്, ഈ അനുരഞ്ജനം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി ഇവരുടെ ആഗോള നേതാവ് മിഡിൽ ഈസ്റ്റിൽ വന്നപ്പോ ഇസ്രായേലിലെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചത് എപ്പോഴും എന്താണ്, ബീബിയോ, അയാളുടെ ഓമന പേര് നെതന്യാഹു. ബീബി എന്നോട് എപ്പോഴും ഓരോ ആയുധങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ അതിങ്ങനെ നിർലോഭം കൊടുത്തുകൊണ്ടേയിരുന്നു. അതെല്ലാം എൻ്റെ കൂട്ടുകാരൻ ബീബി നല്ല രീതിയിൽ ഗസയിൽ വിജയകരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഞാൻ നെതന്യാഹുവിനെ ഇത് അഭിനന്ദിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതുപോലെയുള്ള അഭിനന്ദനാർഹമായ പ്രവർത്തനങ്ങൾ ഏത് പരിമിതികൾക്കുള്ളിലും നടത്തിക്കൊണ്ട് വലിയ ഒരു ആരാധന വിജയഭാവത്തിൽ പൂർത്തീകരിച്ചതിൻ്റെ ചാരിതാർത്ഥ്യം അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളത് കാലുഷ്യങ്ങളെ ഇഷ്ടപ്പെടാത്ത സമാധാന പ്രേമികളായ ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാരുടെയും ധർമ്മമാണ്, ഉത്തരവാദിത്തമാണ് എന്നാണ് പറയാനുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഇസ്ലാമോഫോബിയയുടേതായ സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ പരമാവധി കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്തരം ചില കാര്യങ്ങൾ അവര് ചെയ്യും, ഇത്തരം ചില നടപടികൾ അവർ കൈക്കൊള്ളുമെന്ന് ദീർഘദർശനം ചെയ്യാൻ ഉള്ള ഒരു കാഴ്ചപ്പാട്, ഒരു വീക്ഷണം നമുക്കുണ്ടാകേണ്ടതുണ്ട്. പുറപ്പാട് പുസ്തകം 20:3-5 പറയുന്നു, ഞാൻ യഹോവ നിന്റെ ദൈവം ഈർഷ്യയുള്ള ദൈവമാണ്. മറ്റൊരിടത്ത് പറയുന്നു, അതായത് യഹോവ അവന്റെ നാമം ഈർഷ്യയാണ്, അവൻ ഈർഷ്യയുള്ള ദൈവമാണ്. അപ്പൊ ഇതുപോലെയുള്ള ചിഹ്നങ്ങളോട്, തട്ടമുണ്ട് പോലെയുള്ള, ശിരോവസ്ത്രം പോലെയുള്ള അടയാളങ്ങളോട്, ചിഹ്നങ്ങളോട് ഈർഷ്യയുള്ള ഒരു ദൈവത്തിൽ അല്ലെങ്കിൽ ഒരു ദർശനത്തിൽ, ഒരു വിശ്വാസ സംഹിതയിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രീതിയിൽ അവരുടെ സ്ഥാപനങ്ങൾ നടത്താൻ വിടുകയും അതൊരു വിഷയമാകുന്ന തലത്തിലേക്ക് എത്താതെ സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു പക്വതയും ഒരു പാകതയും ആണ് എപ്പോഴും മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. ഇത് അവർക്ക് വിസിലൂതാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ എറണാകുളത്ത് മെട്രോയിൽ സഞ്ചരിക്കാറുണ്ടല്ലോ. അപ്പൊ മെട്രോ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടെ ഈ ചൂളം ആയിട്ട്, വിസിലുമായിട്ട് ഒരു സ്റ്റാഫ് നിൽപ്പുണ്ടാവും. അപ്പൊ മെട്രോ സ്റ്റേഷനിലെ ആ ട്രാക്കിനോട് ചേർന്ന ആ മഞ്ഞ വരയിലേക്ക് ആരെങ്കിലും കാലെടുത്ത് വെച്ചാൽ ഊതാൻ വേണ്ടിയിട്ടാണ് ഈ വിസിലുമായിട്ട് ഈ സ്റ്റാഫ് നിൽക്കുന്നത്. അപ്പൊ ആരെങ്കിലും അവിടെ ആ മഞ്ഞ വരയിലേക്ക് കാലെടുത്ത് വെക്കണം എന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത്, എങ്കിലാണല്ലോ ഇത് ഊതാൻ പറ്റുള്ളൂ. ഒരു ദിവസം ആ മെട്രോ സ്റ്റേഷനിൽ പ്രവേശിക്കുന്ന ആരും ആ മഞ്ഞ വരയിലേക്ക് കാലെടുത്ത് വെച്ചില്ലെങ്കിൽ അവർക്ക് അന്ന് ആ വിസിൽ ഊതാൻ ഒക്കൂല. ചിലപ്പോൾ അപ്പുറത്ത് തൃപ്പൂണിത്തറ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആള്, അയാൾക്ക് വിസിൽ ഊതാൻ ഒരുപാട് അവസരം കിട്ടുന്നുണ്ടാവും. അപ്പൊ ഇയാൾ ചിന്തിക്കും, എനിക്ക് ഇന്ന് ഇതേവരെ ഒന്നും ഊതാൻ പറ്റിയില്ലല്ലോ, ആരും ആ മഞ്ഞ വരയിലേക്ക് കാലെടുത്ത് വെച്ചില്ലല്ലോ എന്നുള്ള നിരാശ ഇപ്പുറത്ത് നിൽക്കുന്ന സ്റ്റാഫിന് തോന്നും. എന്നതുപോലെ തട്ടമുണ്ടിടാൻ അനുവാദം വേണം, ഞാൻ തട്ടമുണ്ടിട്ടോണ്ടേ വരുള്ളൂ എന്ന് ഏതെങ്കിലും ഒരു കാക്കാത്തി പറഞ്ഞു കിട്ടാനാ നോക്കിയിരുന്നത്. അപ്പോഴത്തേക്കും എല്ലാ ബലാ മുസീബത്തുകളും ഓടിയെത്തിയില്ലെന്ന് നോക്കി.
കേരളം മുഴുവൻ വിദ്വേഷത്തിന്റെയും ധ്രുവീകരണത്തിന്റെയും വിഭാഗീയതയുടെയും ചേരിതിരിവിന്റെയും വിഷം വ്യാപിപ്പിച്ച് കാളകൂടം തുറന്നുവിട്ട് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ കാത്തിരിക്കുന്ന ഒരച്ഛന്റെ കുപ്രസിദ്ധനായ മകനാണ് സംഭവ സ്ഥലത്ത് ഉടനെ ഓടിയെത്തിയത്. അപ്പൊ ഇതൊന്നും യാദൃച്ഛികമല്ല. ഇതൊക്കെ കണ്ണു തുറന്ന് കാണാനുള്ള ഒരു വിവേകവും ദീർഘദർശനവും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ഇവിടെ ഇത്തരം വിഭാഗീയതകൾ, ധ്രുവീകരണങ്ങൾക്ക് ഇടം കൊടുക്കുന്ന ചർച്ചകളും വാർത്തകളും വരാതെ നമുക്ക് നമ്മുടെ അജണ്ട നമ്മൾ തന്നെ നിർണയിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന പക്വമായ ഒരു സമീപനമാണ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. ഈ തട്ടംമുണ്ട് ഇട്ടോളണമെന്നില്ല. ശിരോവസ്ത്രം ധരിക്കാത്ത ഒരുപാട് അറിയപ്പെട്ട എഴുത്തുകാരും അതുപോലെ പ്രാസംഗികരും സാഹിത്യകാരന്മാരും സാഹിത്യകാരികളും ഒക്കെ ഈ ലോകത്തുണ്ട് എന്നൊക്കെ ABC ചാനലിലും ജനം ചാനലിലും ഒക്കെ പോയി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയുന്ന, അതുപോലെ അതായത് മുസ്ലിം വിരുദ്ധതയുടെ എന്തെങ്കിലുമൊക്കെ, ഇസ്ലാമോഫോബിയയുടെ എന്തെങ്കിലുമൊക്കെ പൊട്ടും പൊടിയും ഞങ്ങൾക്കും കിട്ടുമോ എന്ന് ചിന്തിക്കുന്ന ചില മുസ്ലിം ന്യൂനപക്ഷ മോർച്ചക്കാരായിട്ടുള്ള ചില ചാനൽ വ്യക്തിത്വങ്ങളുണ്ട്. അപ്പൊ അവരോടൊക്കെ പറയാനുള്ളത്, ആ ചാനലിന്റെ ആവശ്യവും ലക്ഷ്യവും എന്താണ് എന്ന് മനസ്സിലാക്കി അവർക്ക് രസിക്കുന്ന തരത്തിൽ പറയാൻ നിങ്ങൾ കാണിക്കുന്ന ആ മെയ് വഴക്കം, അത് വളരെ അസാമാന്യം തന്നെയാണ്. നിങ്ങളും കൂടി ഉൾക്കൊള്ളുന്നതാണല്ലോ ഈ മുസ്ലിം സമുദായം എന്ന് ആലോചിക്കുമ്പോൾ എന്തെന്നില്ലാത്ത അഭിമാനം തോന്നുകയാണ്. യഥാർത്ഥത്തിൽ അതൊന്നും അതല്ലല്ലോ വിഷയം. സ്ത്രീയുടെ തല, പ്രത്യേകിച്ചും ബുലൂഗാകാത്ത പെൺകുട്ടികളുടെ തല എന്ന് പറയുന്നത് ഔറത്തിൽ പെടുവോ, അത് മറക്കൽ തന്നെയാണോ പ്രധാനം, അത് മറക്കൽ വാജിബാണോ, ഇതൊന്നും അല്ലല്ലോ ചർച്ച. ആർക്കെങ്കിലും അങ്ങനെ ശിരോവസ്ത്രം ധരിക്കണം, അത് തങ്ങളുടെ വിശ്വാസത്തിന്റെ ആചാരത്തിന്റെ ഭാഗമാണ് എന്ന് തോന്നിയാൽ അതനുഷ്ഠിക്കുന്നതിന് ഈ രാജ്യത്തെ ഭരണഘടന അനുവദിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. ഏതായാലും നമുക്ക് ഈ വിഷയം ഇവിടെ തന്നെ നിർത്താം. ഇതിലപ്പുറത്തേക്ക് ഇത് വളർത്തിക്കൊണ്ടു പോകുന്നത് നമ്മുടെ പാരമ്പര്യത്തിന്, നമ്മുടെ സംസ്കാരത്തിന്, നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിന് നിരക്കുന്നതല്ല. ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, മുസ്ലിം സമുദായത്തിലെ വൈകാരിക ചേരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പാർട്ടികളുണ്ടല്ലോ, മുസ്ലിങ്ങളിലെ സാമൂഹിക രാഷ്ട്രീയ കൂട്ടായ്മകൾ, അവര് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാതിരിക്കലാണ് നല്ലത്. ഇത് മുഖ്യധാര മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾ സാമൂഹിക കൂട്ടായ്മകൾ കൈകാര്യം ചെയ്യട്ടെ എന്ന് വെക്കലാണ് നല്ലത്. കാരണം അവരിലാണ് ഈ തട്ടമുണ്ട് ആണുങ്ങൾ പോലും ശിരോവസ്ത്രം ധരിക്കണം എന്ന് വിചാരിക്കുന്നവരും വാദിക്കുന്നവരും അനുഷ്ഠിക്കുന്നവരും ഉള്ളത് അവിടെയാണ്. എന്നാൽ മുസ്ലിം സമുദായത്തിലെ വൈകാരിക ചേരി എന്ന് ആരോപിക്കപ്പെടുന്നവരാകട്ടെ, അവർക്കങ്ങനെ ആണുങ്ങൾക്ക് തലമറച്ചോളണമെന്ന് നിർബന്ധമുള്ളവരൊന്നും അല്ല. അതൊക്കെ അപ്പുറത്തുള്ള ആൾക്കാരാണ്, മുഖ്യധാരക്കാരായിട്ട് അറിയപ്പെടുന്ന മുസ്ലിം ഉലമാക്കളും സാദാത്യങ്ങളും ഒക്കെയാണ്. അപ്പൊ അവരൊക്കെ ജോസ് കെ മാണിയും PC ജോർജും അതുപോലെ നമ്മുടെ ഷോൺ ജോർജും ഒക്കെ ആയിട്ട് സംസാരിച്ചൊരു ഉണ്ടാക്കട്ടെ. നിങ്ങൾ വൈകാരികക്കാര്, വികാരക്കാര് മാറി നിൽക്കുക. പിന്നെ മുസ്ലിം വനിതകൾ തട്ടമുണ്ടിടുമ്പോൾ എപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട കന്യാസ്ത്രീകളോടൊപ്പമാകാൻ വേണ്ടിയിട്ടാണ് തട്ടമുണ്ട് ഇടുന്നത് എന്ന് അവർക്ക് തോന്നാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഒരിക്കൽ ഒരു ചർച്ചിലേക്ക് ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ കപ്പ്യാർക്കും വികാരിക്കും ഒറ്റ പാത്രത്തിലായിപ്പോയി, ഒരേപോലെയുള്ള പാത്രത്തിലായിപ്പോയി. അപ്പൊ ഈ കപ്പ്യാരെ വികാരിക്ക് ഒപ്പം ആക്കാനാണോ എന്നുള്ള ഒരു ആശങ്ക വികാരിക്കുണ്ടായതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുസ്ലിം പള്ളിയിലേക്ക് ആഹാരം കൊണ്ടുവന്നപ്പോ ഖത്തീബിനും മുക്രിക്കും ഒരേപോലെയുള്ള പാത്രത്തിൽ കൊണ്ടുവന്നപ്പോ ഖത്തീബിന് വിഷമം തോന്നി എന്നാ പറയണത്. ഇത് മുക്രീനെ ഖത്തീബിനെ ഒപ്പം ആക്കാൻ, അയാളുടെ ഒപ്പം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തോ പ്ലാനാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് എന്തു തോന്നും
അവരുടെ ഈഗോയെ ഇത് മുറിപ്പെടുത്തുമോ, അവരോടൊപ്പമാകാൻ വേണ്ടിയിട്ടാണ് തങ്ങൾ ഇത് ധരിക്കുന്നത് എന്ന് അവർക്ക് തോന്നുമോ എന്നൊക്കെ കൂടി നമ്മളൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. എങ്കിലും ആ ഇക്വാലിറ്റി ഉണ്ടല്ലോ, ഇക്വാലിറ്റിയും യൂണിഫോമിറ്റിയും മതേതരത്വം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് മുസ്ലിം പെൺകുട്ടികൾ ഇവിടെ തട്ടമിട്ടുകൊണ്ട് വരാൻ പാടില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് എന്ന് ആ സഹോദരി പറയുന്നത് കേട്ടപ്പോ എന്തെന്നില്ലാത്ത ഒരു രോമാഞ്ചം നമുക്കുണ്ടായി. നമ്മൾ മതേതരത്വത്തിന്റെ പേരിൽ, ബഹുസ്വരതയുടെ പേരിൽ അനിർവചനീയമായ രീതിയിൽ കോൾമേർ കൊണ്ടുപോയി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു.